അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാമറിനെ സി എൻ എഫ് ആക്കി മാറ്റുന്നതെന്ന് പറഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ഒരു ഗ്രാമറിനെ സി എൻ എഫ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രാമർ എന്ന് പറയുന്നത് ഇതാണ്. എസ് ടെൻസ് ടു 1 A bar 0 B, A tends to 1 A bar 0 S bar 0, B tends to 0 B bar 1. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ഗ്രാമറിനെ എന്താക്കുക, സി എൻ എഫ് ആക്കി മാറ്റുക. അപ്പോൾ എങ്ങനെ സി എൻ എഫ് ആക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു സി എൻ എഫ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞു, ഒന്നുകിൽ അതൊരു ടെർമിനലിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, 2 നോൺ ടെർമിനൽസ് മാത്രം വരിക. ഇനി രണ്ടിലധികം നോൺ ടെർമിനൽസ് വരികയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ എഴുതുക. അതേപോലെ ഒരു ടെർമിനലും ഒരു നോൺ ടെർമിനലും വരികയാണെങ്കിൽ ആ ടെർമിനലിന് പകരം എന്ത് ചെയ്യുക, പുതിയൊരു നോൺ ടെർമിനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞ റൂൾസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എസ് ടെൻസ് ടു 1 A, എസ് ടെൻസ് ടു 0 B, A tends to 1 A, A tends to 0 S, A tends to 0, B tends to 0 B tends to 1. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാക്കി. ഇതിനകത്ത് നമുക്ക് 0 1 എന്ന് പറയുന്ന എന്താണ്, കറസ്പോണ്ടിങ് സി എൻ എഫ് ഫോമിലാണ് അല്ലേ. ഇതും നമുക്ക് കറസ്പോണ്ടിങ് സി എൻ എഫ് ഫോമിലാണ്. ബാക്കിയുള്ളതിനെ കൂടി നമ്മൾ സി എൻ എഫ് ഫോമിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുക. എസ് ടെൻസ് ടു 1 A. അതിനകത്ത് എസ് ടെൻസ് ടു 1 A എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത് ഒരു ടെർമിനലാണ്, ഇതും എന്താണ്, ഒരു നോൺ ടെർമിനൽ. അപ്പോൾ ഒരു ടെർമിനൽ ഒരു നോൺ ടെർമിനൽ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യണം, ഈ ടെർമിനലിനെ കൂടി നോൺ ടെർമിനലാക്കി മാറ്റണം. കാരണം എസ്സിൽ നിന്ന് 2 നോൺ ടെർമിനൽസ് വരുമ്പോൾ മാത്രമേ അതെന്താവുന്നുള്ളൂ, സി എൻ എഫ് ആക്കുന്നുള്ളൂ. അപ്പോൾ ഈ 1ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, എക്ക് പകരം നമ്മൾ CA, ബിക്ക് പകരം CB കൊടുത്ത കണക്ക് 1ന് പകരം നമ്മൾ C1, പിന്നെ 0ക്ക് പകരമാണെങ്കിൽ C0. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ സിയിൽ വരുന്ന വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കറസ്പോണ്ടിങ് എന്ത് എഴുതും, എസ് ടെൻസ് ടു C1A. അപ്പോൾ ഇതെന്തായി, C1 എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനലാണ്, എ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ ടെർമിനലാണ്. അപ്പോൾ എസ്സിനെ നമ്മൾ ആദ്യത്തെ 1A എന്നുള്ളതിനെ ചേഞ്ച് ചെയ്ത് C1A എന്നാക്കി മാറ്റി. ഓക്കെ, ഇതേപോലെ അടുത്തതെന്ന് പറയുന്നത് 0B. അപ്പോൾ എസ് ടെൻസ് ടു 0B. 0ക്ക് പകരം എന്ത് ചെയ്യുക, എസ് ടെൻസ് ടു C0B. എസ് ടെൻസ് ടു C0B. അടുത്തതെന്ന് പറയുന്നത് A ടെൻസ് ടു 1AA. ഒരു നോൺ ടെർമിനലും 2 ടെർമിനൽസും വന്നു. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം, മാറ്റാം. ഓക്കെ, അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1D1. ആ 1ന് പകരം നമ്മൾ എന്ത് കൊടുക്കും, C1 D1. ആ D1ന് പകരം നമ്മൾ എന്ത് ചെയ്യും, AA കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് വരും, 1AA എന്ന് പകരം AAക്ക് പകരം നമ്മൾ D1 കൊടുത്തു. 1ന് പകരം നമ്മൾ പഠിച്ചത് C1 ആണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് A ടെൻസ് ടു C1 D1. D1 എന്താണ്, A ആണ്. C1 എന്താണ്, 1. ഓക്കെ, അപ്പോൾ A ടെൻസ് ടു 1AA എന്ന് പറയുന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്താക്കി, A ടെൻസ് ടു C1 D1. ഇപ്പോൾ ഇത് 2 നോൺ ടെർമിനൽസ് ആണ്. D1 ടെൻസ് ടു AA, ഇത് 2 നോൺ ടെർമിനൽസ് ആണ്. C1 ടെൻസ് ടു 1, ഇത് ഒരു ടെർമിനലാണ്. അപ്പോൾ ഇതെന്താണ്, സി എൻ എഫ് ഫോമിൽ ആയി. അടുത്തത് നമുക്ക് A ടെൻസ് ടു 0S. 0ക്ക് പകരം എന്ത് എഴുതാം, C0S. A ടെൻസ് ടു C0S. അപ്പോൾ അതെന്തായി, സി എൻ എഫ് ഫോമിലായി. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് B ടെൻസ് ടു 0BB. ഇതിൽ BBക്ക് പകരം നമ്മൾ D2 കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. 0ക്ക് പകരം C0. അപ്പോൾ B ടെൻസ് ടു C0 D2. D2 എന്താണ്, BB ആണ്. ദെൻ C0 എന്ന് പറയുന്നത് എന്താണ്, 0. ഈ ഒരു
സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ CNF ഫോമിൽ ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ റീപ്ലേസ് ചെയ്തതെല്ലാം കൂടി ചേർത്ത് നമ്മൾ എഴുതി കഴിയുമ്പോൾ CNF ഫോമിലായി. എങ്ങനെ? S ടെൻസ് ടു C1A ബാർ C0B. ഓക്കെ, അടുത്തത് A ടെൻസ് ടു C1D1 ബാർ C0S ബാർ 0. B ടെൻസ് ടു C0D2 ബാർ 1. C1 ടെൻസ് ടു 1, C0 ടെൻസ് ടു 0. അടുത്തത് D1 ടെൻസ് ടു AA, D2 ടെൻസ് ടു B. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിനെ ഈ രീതിയിൽ നമ്മൾ എഴുതിയാൽ നമുക്ക് എന്തായി മാറും? CNF ഫോമിലായി മാറും. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ. ഇതേപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് എന്ത് ചെയ്യാൻ പറ്റും? CNF ഫോമിലാക്കാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ നോക്കി, എക്സാമ്പിൾ 3. അതിനകത്ത് ഗ്രാമർ തന്നിരിക്കുന്നത് G = S, ഓക്കെ, ABC, then S tends to ABCSS, then S. ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഗ്രാമർ G = നമ്മൾ പഠിച്ചിട്ടുള്ളത് വി, നമ്മുടെ കറസ്പോണ്ടിങ് സ്റ്റാർട്ടിങ് സിമ്പിൾ, സ്റ്റാർട്ട് എന്താണോ അത്, ദെൻ വി, ദെൻ ടി, ദെൻ എന്താണ് കറസ്പോണ്ടിങ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ VTPS, വി എന്ന് പറയുന്നത് നോൺ ടെർമിനൽ, ടി എന്ന് പറയുന്നത് ടെർമിനൽ, പി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ. സോ എസ് സ്റ്റാർട്ട് സിമ്പിൾ, പ്രൊഡക്ഷൻ ഏതാണ്? S ടെൻസ് ടു A or B or C, S. ദെൻ ടെർമിനൽ എന്ന് പറയുന്നത് ABC, നോൺ ടെർമിനൽ എന്ന് പറയുന്നത് S. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CNF ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് S ടെൻസ് ടു എന്തായിരുന്നു? S ടെൻസ് ടു A or B or C, S. ഇതാണ് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്താക്കുന്നത്? CNF ഫോമിലാക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എങ്ങനെ വരും? S ടെൻസ് ടു A, S ടെൻസ് ടു B, S ടെൻസ് ടു C, S. ഇതിനകത്ത് ഇത് രണ്ടും എന്താണ്? ചോംസ്കി നോർമൽ ഫോമിൽ CNFൽ തന്നെ ഉള്ളതാണ്. വ്യത്യാസം വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? CSS. ഇതിനകത്ത് 3 നോൺ ടെർമിനൽസ് വരുന്നുണ്ട്. അപ്പോൾ 3 നോൺ ടെർമിനൽസ് വന്നാൽ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് SS-ന് പകരം D1 യൂസ് ചെയ്യാം. അപ്പോൾ S ടെൻസ് ടു CD1, D1 ടെൻസ് ടു S. എത്ര എഴുതുമ്പോൾ എന്തായി? ചോംസ്കി നോർമൽ ഫോം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കട്ട് ചെയ്ത് 2 സ്റ്റേറ്റ്മെൻ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതെന്തായി? ചോംസ്കി നോർമൽ ഫോമിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചോംസ്കി നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുക? അതിനകത്ത് എപ്സിലോൺ പ്രൊഡക്ഷൻസോ യൂണിറ്റ് പ്രൊഡക്ഷൻസോ ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് ഒന്നുകിൽ അത് നോൺ ടെർമിനൽ ടെൻസ് ടു ഒരു ടെർമിനൽ, അല്ലെങ്കിൽ നോൺ ടെർമിനൽ ടെൻസ് ടു 2 നോൺ ടെർമിനൽ. ആ ഒരു കണ്ടീഷൻസിൽ മാത്രമേ വരാവുള്ളൂ. അതിൽ കൂടുതൽ വേറൊരു ഫോമിലും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഒരു നോൺ ടെർമിനലിൽ നിന്ന് 3 or 4 നോൺ ടെർമിനൽസ് വന്നാൽ എന്ത് ചെയ്യുക? അതിനെ കട്ട് ചെയ്ത് 2 ആക്കി മാറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലായിട്ട് D1 എന്നോ D2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ A ടെൻസ് ടു സ്മോൾ a b, സ്മോൾ a ക്യാപിറ്റൽ B എന്നാണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ A ടെൻസ് ടു സ്മോൾ a ക്യാപിറ്റൽ B, ആ പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഒരു ടെർമിനലും ഉണ്ട്, ഒരു നോൺ ടെർമിനലും ഉണ്ട്. അപ്പോൾ ടെർമിനലും നോൺ ടെർമിനലും വരുന്നത് നമുക്ക് CNF ഫോം അല്ല. അപ്പോൾ അതിനെ 2 നോൺ ടെർമിനൽസ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? സ്മോൾ എക്ക് പകരം നമ്മളൊരു നോൺ ടെർമിനൽ അതിനകത്ത് കൊടുക്കും CA. അപ്പോൾ A ടെൻസ് ടു CAB.
അപ്പോൾ 2 നോൺ ടെർമിനൽസായി. അത് ചോംസ്കി നോർമൽ ഫോമിലുള്ളതാണ്. CAക്ക് പകരം എന്ത് കൊടുക്കും? A. അപ്പോൾ ഒരു നോൺ ടെർമിനലിൽ നിന്ന് ടെർമിനൽ വന്നാലും ചോംസ്കി നോർമൽ ഫോമാണ്. ഒരു നോൺ ടെർമിനലിൽ നിന്ന് 2 നോൺ ടെർമിനൽസ് വന്നാലും ചോംസ്കി നോർമൽ ഫോമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിനെ നമ്മൾ മാറ്റി എഴുതുമ്പോഴാണ് അത് CNF ആക്കി മാറുന്നത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.